എന്ത് ഭൂകമ്പ ഭഗവാനെ. ഞാനിത് അടിച്ചേ ദേവല്ലേ കൊത്തെത്തിയേ. അതെ വത്സൻ, എന്നെങ്ങനെ അറിയാ? നിനക്കിനിയും എന്നെ മനസ്സിലായില്ലേ? ഇല്ല, മനസ്സിലായില്ല. ഏത് ട്രൂപ്പിലാ? ട്രൂപ്പിലൊന്നും അല്ല വത്സ, ഞാനാണ് മാവേലി. മാവേലിയാ? മാവേലിയിൽ ഇങ്ങനെ വരുവാ? വെറുതെ ഓണായിട്ടൊന്നും ഓഫാനും വിടൂല. വരും മകനെ, ഈ തിരുവോണ നാളിൽ പ്രതികളെ കാണാൻ ഞാൻ എല്ലാവിടെയും. എല്ലാവർക്കും കാണാൻ പറ്റില്ലെന്നേ ഉള്ളൂ. അപ്പോ ശരിക്കും മാവേലിയാ? അതെ, എനിക്ക് നിന്നെ കൊണ്ടൊരു ആവശ്യമുണ്ട്. പെഗൊന്നും ചോദിച്ചേക്കല്ലേ, ഇത് എനിക്കടിക്കാനേ ഉള്ളൂ. ഹേ, അതിനൊന്നല്ല. എനിക്ക് ഈ നാടൊക്കെ കാണാൻ പോകുമ്പോ എൻ്റെ ഒപ്പം ഒരാള് വരണം. എന്നുവെച്ചാൽ എനിക്ക് ഈ സ്ഥലമെല്ലാം തിരിയാണ്ടായി. നമ്മളെ നാടാകെ മാറിപ്പോയി. എവിടെയാ തിരിയാ? സകല സ്ഥലവും പിടിച്ച് നാഷണൽ ഹൈവേ അല്ലേ ഇപ്പോൾ. സാധനം വാങ്ങാൻ തന്നെ 3-4 റൗണ്ട് അടിച്ചാലേ തിരിയുന്നുള്ളൂ. ആ, അതന്നെ എന്റെയും പ്രശ്നം. ഇന്നത്തെ സ്വർണ്ണ വിലക്ക് ഇത്രയും സ്വർണ്ണം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളാരും പൊക്കിട്ട് പോയേക്കളി. ശരിയാണല്ലേ? എന്ന രൂപം മാറാം. അതെങ്ങനെ? കൈതാ വത്സ. സെറ്റായല്ല. അപ്പൊ മാവേലി ഒറിജിനൽ ആണല്ലേ? ഇതാണ് ഇപ്പോഴത്തെ ജനങ്ങളെ പ്രശ്നം. എല്ലാം കണ്ടാലേ വിശ്വസിക്കൂ. മാവേലി, അവിടെ എന്തോ പ്രശ്നം നടക്കുന്നുണ്ടല്ലോ. ആ, നമുക്ക് അതൊന്നും പോയി നോക്കാലോ. അതൊന്നും നടക്കൂലേ? നിന്നെ ഇതിലൂടെ നടക്കാൻ വിടുന്നില്ല. ഏട്ടാ, നിങ്ങളെ വീട്ടിലെ തൊട്ട് ബേക്കില്ലേ ഞാൻ, നിങ്ങൾക്കൊരു ഉപകാരം ചെയ്തൂടെ? നീ അധികം വർത്തമാനം പറഞ്ഞ ഇതിൽ നടക്കാൻ വരെ വിടൂല കേട്ടാ. എന്നാ മക്കളെ പ്രശ്നം? ഒന്നുമില്ല ഏട്ടാ, ഇവരെ വീട്ടിലെ തൊട്ട് ബേക്കിലാണ് എൻ്റെ വീട്. ഒരു 3 അടി വൈകിട്ട് എനിക്ക് ലോണ് പാസ്സാവുന്നു. പൈസ തരാമെന്ന് പറഞ്ഞിട്ട് ഇവർ കേൾക്കുന്നില്ല. മോനെ, നിന്റെ വീടിന്റെ തൊട്ട ബാക്കിലല്ലേ അവൻ? ഒരാവശ്യം വന്നാൽ അവനല്ലേ നിനക്ക് ഉണ്ടാവുള്ളൂ. നീ കൊടുക്കുന്നവനെ ജനങ്ങൾ എപ്പോൾ ഓർക്കുള്ളൂ. നീ മനസ്സറിഞ്ഞ് കൊടുക്കും. നിങ്ങൾക്ക് പറയാനുള്ള എളുപ്പമാണ്. നിങ്ങളോട് ചോദിച്ച കൊടുക്കോ 3 അടി? നിങ്ങളുടെ വന്നേ ഒരിക്കൽ 3 അടി കൊടുത്തിട്ട് മറന്നുപോയി ഞങ്ങള്. നിങ്ങളെടുത്താ വില്ലേജ് ഓഫീസിന്നാ? അല്ല, പാതാളത്തുനിന്നാ?